നമ്മുടെ മുഖത്തെ സ്കിന്ന് നല്ല ചെറുപ്പമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മസാജാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്കിന്നിലെ ചുളിവ് മാറും മാത്രമല്ല സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിക്കുകയും ചെയ്യും. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഹലോ, ഞാൻ സരിത. എല്ലാവർക്കും സിമ്പിൾ ടിപ്സ് മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആൻറ്റി ഏജിങ് റിലേറ്റഡ് വീഡിയോ ആണ്. കാരണം ഒരുപാട് പേർക്കും നമ്മൾ ഈ വണ്ണമൊക്കെ ഉള്ളപ്പോഴേ, എനിക്കിപ്പോൾ മെയിനായിട്ട് നിങ്ങൾക്കറിയാം ഞാൻ നല്ല ഫാറ്റിയാണ്. അപ്പോൾ കുറച്ച് ഡയറ്റും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് ഒന്ന് വണ്ണം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. സോ ആ സമയത്ത് മസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ആൻറ്റി ഏജിങ്. എന്തെങ്കിലും ഒരു സ്കിൻ കെയർ നമ്മൾ മസ്റ്റായിട്ട് ചെയ്യണം. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്നറിയാമോ, നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മസാജാണ് കാണിക്കുന്നത്. ഒരു 5 പോയിൻറ്റ് മസാജ് കേട്ടോ. അപ്പോൾ ഈ ഫേസ് മസാജ് എന്ന് പറയുന്നത് ഒരു നല്ല ആൻറ്റി ഏജിങ് സ്കിൻ കെയർ തന്നെയാണ്. നമുക്ക് വീട്ടിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സ്കിൻ സാഗായിട്ട് ലൂസ് ആവണതൊക്കെ മാറാനായിട്ട് നല്ല ടൈറ്റ് ആവും കേട്ടോ ഫേസിലെ സ്കിന്ന്. അതുമാത്രമല്ല, നമുക്കിപ്പം പ്രായമായിട്ടൊക്കെ ഉണ്ടാവുന്ന റിങ്കിൾസൊക്കെ മാറി നല്ല ഹെൽത്തി ആൻഡ് ഗ്ലോ ആവാനായിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. നമുക്ക് മസാജ് 2 ടൈപ്പിൽ ചെയ്യാം. ലൈക്ക് ഓയിൽ യൂസ് ചെയ്തിട്ടും ചെയ്യാം ആൻഡ് ക്രീം യൂസ് ചെയ്തിട്ടും ചെയ്യാം. ഇപ്പോൾ ഓയിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് അത്യാവശ്യം ഓയിൽ ആവശ്യമാണ്. മീൻസ് ഒരു കുറച്ച് ഓയിൽ ഉണ്ടെങ്കിലേ സ്കിന്ന് കുറച്ച് ഹെൽത്തി ആയിട്ടും ഒക്കെ ഇരിക്കാറുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്ഫുള്ളാണ് ഓയിൽ മസാജ് ചെയ്യുമ്പം. പ്ലസ് നല്ലതുപോലെ ഗ്ലോ ആവും ആൻഡ് ഈ റിങ്കിൾസൊക്കെ പെട്ടെന്ന് മാറി നല്ല ടൈറ്റൻ ആവാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ചിലർക്ക് ഈ ഓയിൽ അങ്ങനെ പിടിക്കാറില്ല. അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ക്രീംസ്, അത് മോയ്സ്ചറൈസർ ആവാം, നൈറ്റ് ക്രീം ആവാം, അത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. പക്ഷേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓയിലി സ്കിന്നുകാർക്കും ഒക്കെ ഉപയോഗിക്കാവുന്ന ഓയിൽസ് അവൈലബിൾ ആണ്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഏതാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. ജോജോബ ഓയിൽ നല്ലതാണ്. അതുപോലെ തന്നെയാണ് നമ്മളുടെ ഗ്രേപ്പ് സീഡ് ഓയിൽ, ലൈറ്റ് വെയ്റ്റ് ആണ്. ഇതൊക്കെ ഓയിലി സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാം. നല്ലെണ്ണ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാം. എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ഉള്ളവർ ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് അബ്സോർബ് ആവുകയും ചെയ്യും. അവരുടെ ആ സ്കിന്നിന് ഉണ്ടാവുന്ന ഡ്രൈനെസ്, ആ ഒരു ഫ്ലേക്കും ഒക്കെ ആവുമല്ലോ, അതൊക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ചെയ്യണതേ ഒരു 5 പോയിൻറ്റ് മസാജാണ് ചെയ്ത് കാണിക്കുന്നത്. ഇത് ആൻറ്റി ഏജിങ്ങിന് ബെസ്റ്റാണ്. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. കാരണം 1-2 ദിവസം നിങ്ങൾ ചെയ്ത് നോക്കൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫേസിൽ നമ്മൾ ഈ ഒരു വൺസ് ചെയ്യുമ്പം തന്നെ നമ്മുടെ ആ ഫേസിലുള്ള ആ ഒരു എന്താ പറയുക ഗ്ലോയും അതുപോലെ നല്ലതുപോലെ സ്കിൻ ഹെൽത്തി ആവുന്നതൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു 1 വീക്ക് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഡെയിലി നമുക്ക് അറിയാമല്ലോ നമ്മുടെ ഫേസിന് മാറ്റം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. സ്ലിം ആവാനും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചെയ്യണ ഒരു പാറ്റേൺ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം, ഒന്ന് കാണിച്ചു തരാം. ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ രാത്രിക്ക് കിടക്കുന്നതിന് മുമ്പ് ചെയ്യാറുണ്ട്. സോ ആ പാറ്റേൺ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളുടെ ഫേസിലെ ഒരു 5 പോയിൻറ്റ്സിൽ നിന്നാണ് നമ്മൾ മെയിനായിട്ട് മസാജ് ചെയ്യുന്നത്. ഈ ഒരു മസാജ് കൊണ്ടുള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ടൈറ്റൻ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ റിങ്കിൾസ് ഒക്കെ കുറയും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രമരയുടെ ബ്യൂട്ടിഫൈങ് ഡ്രോപ്സ് ആണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്. ബ്രമരയുടെ ബ്യൂട്ടിഫൈങ് ഡ്രോപ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്യൂർലി ഓർഗാനിക് ആണ്. ഇത് സ്കിൻ ബ്രൈറ്റൻ അപ്പ് ആവാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. സോ ഇതൊന്ന് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. ഞാൻ എന്തായാലും മസാജ് ചെയ്യേണ്ടത്. സോ അപ്പം ഇങ്ങനെ ഒരു ഓയിലാവുമ്പോൾ കുറച്ചും കൂടി ബെനഫിറ്റ് ഉണ്ടാവും എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് യൂസ് ചെയ്യേണ്ടത്. ഇത് കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ചുണ്ടിൻ്റെ സൈഡിലുള്ളതാണ് ആദ്യത്തെ നമ്മൾ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ സൈഡിലേക്കാണ് കേട്ടോ മസാജ് ചെയ്യേണ്ടത്. 10 ടൈംസ് ആണ് ഓരോ മസാജും ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും. പിന്നെ നമ്മുടെ ചുണ്ടിൻ്റെ സൈഡിൽ വരുന്ന ആ ചുളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് മാറ്റും. അതുപോലെ തന്നെയാണ് ആ സ്മൈലി ലൈൻസ് ഇല്ലേ നമ്മുടെ നോസിൻ്റെ സൈഡിൽ നിന്ന് താഴേക്ക് വരുന്നത്, അതൊക്കെ മാറും. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂക്കിൻ്റെ 2 സൈഡിലുമായിട്ടുള്ളതാണ്. ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇതും 10 ടൈംസ് ആണ് ചെയ്യേണ്ടത്. ഇത് നമ്മളുടെ ആ കവിളിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കണ ഫാറ്റും അതുപോലെ ആ സ്മൈലി ലൈൻസ് ഉണ്ടല്ലോ, ഇങ്ങനെ ലാഫിംഗ് ലൈൻസ് എന്നൊക്കെ പറയില്ലേ, ഇങ്ങനെ താഴേക്കുള്ള, അതൊക്കെ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നമ്മളുടെ കണ്ണിനടിയിലാണ്. അപ്പം ഇതുപോലെ 2 വിരലുകൾ മാത്രം ഉപയോഗിച്ച് ചെയ്യുക. കാരണം കണ്ണിനടിയിലെ സ്കിന്ന് നന്നായിട്ട് സെൻസിറ്റീവാണ്. സോ പ്രഷർ ഒരുപാട് കൊടുക്കരുത്. ഇതും 10 തവണയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അണ്ടർ ഐ ഡാർക്ക്നെസ് ഒക്കെ മാറാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ നെക്സ്റ്റ് ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നത് ഐബ്രോസിൻ്റെ സൈഡിലായിട്ടാണ്. ഇത് ശരിക്കും താഴേക്കാണ് കണ്ടോ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ നമ്മളുടെ ആ ഒരു സ്കിന്നൊക്കെ ഒന്ന് നന്നായിട്ട് വലിഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പം ഇതും 10 ടൈംസ് ആണ് ചെയ്യേണ്ടത്. ഇത് നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും. ഇത് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് ചുമന്ന് തുടുത്തിരിക്കും കേട്ടോ. ലാസ്റ്റാണ് ഈ ഒരു പോയിന്റ്. ഇത് നമ്മുടെ ഫോർഹെഡിലെ റിങ്കിൾസും കാര്യങ്ങളും ഒക്കെ മാറാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇതും 10 ടൈംസ് ആണ്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ നന്നായിട്ട് തടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഡബിൾ ചിൻ കൂടുതലാണ്. അപ്പോൾ
ഒരു ഫൈനലായിട്ട് നമ്മൾ ചെയ്യാമെന്ന് പറയുന്നത് ഈ ഒരു പാറ്റേണിൽ ഞാൻ നമ്മളുടെ താടിയല്ലില്ലേ അവിടെയും അതുപോലെ തന്നെ ആ ഡബിൾ ചിന്നൊക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മസാജാണ്. ഇതൊരു 10 to 20 ടൈംസ് ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ മസാജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫേസ് നല്ലതുപോലെ സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആവും, അതുപോലെ നല്ല ഗ്ലോ ആവും. ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ആ സ്കിന്നിന് ഉണ്ടാവുന്ന വ്യത്യാസവും കാര്യങ്ങളും എല്ലാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. സോ അപ്പോൾ ഈ ഒരു പാറ്റേണിൽ ഡെയിലി ചെയ്യാം കേട്ടോ. പിന്നെ ഓയിൽ വേണോ ക്രീം വേണോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്, കാരണം നിങ്ങളുടെ സ്കിന്നിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാൻ നിങ്ങൾക്കാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഒരു സെലക്ഷനിൽ ചെയ്യാം. പിന്നെ ഇത് ഡെയിലി ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു 7 to 15 ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് ആ ഒരു ഡിഫറൻസും കാര്യങ്ങളും ഒക്കെ അറിയാം. ഫേസ് സ്ലിം ആവും, അതുപോലെ നന്നായിട്ട് ഗ്ലോ ഒക്കെ ആവാനായിട്ടും അതുപോലെ റിങ്കിൾസ് ഒക്കെ മാറാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. സോ അപ്പോൾ ഈ ഒരു പാറ്റേണിൽ എല്ലാവരും ചെയ്യാൻ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ ഫ്രം സരിത.